ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? എല്ലാവരുടെ സിസ്റ്റത്തിലും പൈച്ചാം ആൻഡ് പൈത്തൺ ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഒരാൾ പറഞ്ഞേ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സൗണ്ട് വെച്ചിട്ടായിരിക്കും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ആദർശ്, കേസ് പറഞ്ഞേ. പറഞ്ഞോളൂ, എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? എന്താണ് പൈത്തൺ? ഓക്കെ, എന്തിനാണ് പൈത്തൺ യൂസ് ചെയ്യുന്നത്? ആപ്പ് ഡെവലപ്പേഴ്സിനൊക്കെയാണ് മെയിനായിട്ട് പൈത്തൺ. ഓക്കെ, ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആരെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഇൻഫോം ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഇന്നലെ നിങ്ങൾ പ്രൊജക്റ്റ് വരെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ആ പ്രൊജക്റ്റിൽ ഫയൽസ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ഫയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പൈച്ചാം ഓപ്പൺ ചെയ്യുക. എല്ലാവരും പൈച്ചാം ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് പൈച്ചാം. ഇതിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ കോഡ് ക്രിയേറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ ഫയൽസ് ആയിരിക്കും കാണുന്നത്. താഴെ ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നത് ഒരു ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒപ്പം തന്നെ ചെയ്യുക. ഫയൽ ക്രിയേഷൻ ഒക്കെ എൻ്റെ ഒപ്പം തന്നെ ചെയ്യുക. കോഡൊന്നും എൻ്റെ കൂടെ ചെയ്യരുത്. നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞ് ടൈം തരും ചെയ്യാനായിട്ട്, അപ്പോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു മെയിൻ മെനു കണ്ടോ? ആ മെയിൻ മെനു ക്ലിക്ക് ചെയ്യുക. ടോപ്പിൽ കാണുന്ന മെയിൻ മെനു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് വരും. ഇതിൽ നിന്നും ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. അതെന്താന്ന് വെച്ചാൽ ഫയൽസ്, ഡയറക്ടറി, പൈത്തൺ പാക്കേജ്, പൈത്തൺ ഫയൽസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് പൈത്തൺ ഫയൽസ് ആണ്. സോ പൈത്തൺ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. പൈത്തൺ ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഞാനിപ്പോ a.py, എനിക്ക് a എന്ന് മാത്രം കൊടുത്തെന്ന് വിചാരിക്കാം. സെൻറ്റർ കൊടുക്കാം. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഹലോ, വോയിസ് ക്ലിയർ അല്ലേ? ദെൻ എന്ത് പറ്റി? അതെ, എനിക്ക് ഞാൻ ഇന്നലെ കുറച്ച് കംപ്ലൈന്റ് ശരിയാക്കിയുള്ള സംഭവം വരുന്നത്. ഏത് സംഭവം? റെക്കോർഡ് ക്ലാസ് കണ്ടില്ലേ? അതിൽ ഇൻസ്റ്റാളേഷൻ ഉണ്ടായിരുന്നല്ലോ. ഇൻസ്റ്റാൾ ചെയ്തു, മറ്റേ ഇതൊക്കെയാണ് വരുന്നത്. ഇതിലേക്ക് ഷോർട്ട് കട്ടുകൾ മാത്രം. സൈഡിൽ മറ്റേ പൈത്തൺ പ്രൊജക്ട് വരുന്നുണ്ട്. ഓക്കെ, പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഫയൽസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. ഓക്കെ, എന്നിട്ട് ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ a.py പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഫയൽസ് വേണം നമുക്ക് റൺ ചെയ്യാനായിട്ട്. ഈ a.py എന്ന് പറഞ്ഞ ഫയൽ വേണം നമുക്ക് റൺ ചെയ്യാനായിട്ട്. അപ്പൊ ഇത് റൺ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഫയലിന്റെ അവിടെ തന്നെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ കുറച്ച് ഓപ്ഷൻസ് കാണും. അതിൽ ഈ ഓപ്ഷൻസിന്റെ തന്നെ താഴെ റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്താലും, ഏതൊരു ഫയൽസ് ക്രിയേറ്റ് ചെയ്താലും ആ ഫയൽ റൺ ആവണമെങ്കിൽ ആ ഫയലിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ദാറ്റ് ഫയൽ നെയിം കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫയൽസിൽ കൊടുക്കുന്ന കണ്ടന്റ്സ് റൺ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ബാക്കിയുള്ളവർ ചെയ്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക.
അപ്പൊ ആ എറർ വന്ന ആള് ഒന്ന് ഫോട്ടോ എടുത്തൊന്ന് ഗ്രൂപ്പിൽ ഇട്ടേ നോക്കട്ടെ. ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നവര് നമ്മൾ റെക്കോർഡ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അവിടം വരെ ചെയ്തില്ലോ? അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് ഇപ്പൊ പറഞ്ഞത്. പേരെന്താണ്? ആ ലാപ്പില്ലാത്ത കുട്ടിയുടെ പേരെന്താണ്? ദേവപ്രയാഗ്. ഓക്കെ ഓക്കെ. എവിടം വരെ ചെയ്തു? എനിക്കിപ്പോ സൈഡില് വരുന്നുണ്ട്, പിന്നെ സ്ക്രീനിൽ ഷോർട്ട് കട്ട് സേവ് അതിന്റെ ഷോർട്ട് കട്ട് അങ്ങനെ. ഇൻസ്റ്റാളേഷൻ ആണോ ഇത്? ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തപ്പോ ഒന്നെങ്കിൽ ഫോട്ടോ കാണിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യുക. ഫോട്ടോ കാണിച്ചാൽ മതി. ഫോട്ടോ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടോ ഇട്ടാൽ മതി. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യുവാണെങ്കിൽ ഇപ്പോ ഓൾറെഡി ഞാനിവിടെ ഷെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഓക്കെ ഓക്കെ. ആ ചോദിച്ചോളൂ, ഡൗട്ട് ചോദിച്ചോളൂ. ആണോ? മാക്കില് എന്ത് ഓപ്ഷൻ ആണ് ഇപ്പൊ കാണുന്നേ? ഒന്ന് ഫോട്ടോ എടുത്ത് ഒന്ന് എനിക്ക് വാട്സപ്പിൽ അയക്കാവോ? ആ ഓക്കെ. ഓക്കെ, ഇതിന്റെ കാര്യമാണ് പറഞ്ഞേ. ടോപ്പിൽ തന്നെ മെയിൻ മെനു ഇല്ലേ, അവിടെ ക്ലിക്ക് ചെയ്യാൻ. ഈ ഒരു സ്റ്റെപ്പാണ് ഇപ്പൊ കാണിച്ചേ. ആ മെയിൻ മെനു പ്രൊജക്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നേ ആ ഒരു സ്റ്റെപ്പാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ. ആ ഓക്കെ ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോ ഓക്കെ, അപ്പൊ മാക് ഉള്ള കുട്ടി ആ ന്യൂ പ്രൊജക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. മാക് ഉള്ള ആളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാവോ? ദേവപ്രയാഗിന് ഓക്കെ ആയോ? ദേവപ്രയാഗ്. ഓക്കെ 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 ഓക്കെ. ഇവിടെ ന്യൂ പ്രൊജക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തേ. ന്യൂ പ്രൊജക്ട്. യെസ്. എന്നിട്ട് ഒരു പ്രൊജക്ടിന്റെ പേര് കൊടുത്തു. ഓക്കെ. എന്നിട്ട് ക്രിയേറ്റ് വെൽക്കം സ്ക്രിപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് വെൽക്കം സ്ക്രിപ്റ്റ്. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ പ്രൊജക്ട് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഇവിടെ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ മെയിൻ മെനുവിലേക്ക് പോയേ. ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ മെനു ഫയല് അവിടെ അല്ല, മെയിൻ ടോപ്പില് അവിടെ അല്ല. ഓക്കെ ഓക്കെ, അതിൽ ഫയല് ന്യൂ. ഫയലിന്റെ അവിടെ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ന്യൂ. ന്യൂ ഇല്ലേ? ഓക്കെ, പൈച്ചാമിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് മൗസ് കൊണ്ടുപോയാലും മതി. ഓക്കെ, ആ ഫയൽസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയ. അതെ അതെ, അവിടുത്തെ ആ 3 ഡോട്ട് ഇല്ല, അവിടെ ക്ലിക്ക് ചെയ്തേ. മാക്കില് കറക്റ്റ് ആയിട്ട് അറിയില്ല. അവിടെ അല്ല, ലെഫ്റ്റ് സൈഡില്. ടോപ്പിൽ തന്നെ ആയിരിക്കും. ടോപ്പിൽ തന്നെ നോക്കിയേ. ഫയല് എഡിറ്റ് വ്യൂ ഒക്കെ ഒന്ന് കാണിക്കണേ. ആ അവിടെ
ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല അല്ലേ? ഫയൽ എടുത്ത് ഫയൽ ന്യൂ ഫയൽ ഓർ ഡയറക്ടറി അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇതിൽ പൈത്തൺ ഫയൽ ഇല്ല. അതെ, പൈത്തൺ ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് day1 അല്ലെങ്കിൽ day1 എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എല്ലാവരും ഇന്നത്തെ ഫയലിനും day1 എന്ന് കൊടുക്കുക. നാളെ day2 അങ്ങനെ നമ്മൾ ഓരോ ക്ലാസ് വെച്ചിട്ട് വേണം നിങ്ങൾ ഫയൽ സേവ് ചെയ്യാനായിട്ട്. ഓക്കെ, എൻ്റർ ചെയ്തോളൂ. എൻ്റർ. ഓക്കെ, ഇനി ഈ ഫയൽ റൺ ചെയ്യാൻ വേണ്ടി ആ day1ന്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൺ day1 കൊടുക്കുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളിൽ റൺ ചെയ്യുന്നത് ഈ day1 എന്ന് പറഞ്ഞ ഫയലായിരിക്കും. ഓക്കെ, സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തോളൂ. ഇവിടം വരെ എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? ആരെങ്കിലും എവിടെയെങ്കിലും സ്റ്റെക്കായിട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിന്റ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. പ്രിന്റ്, നമുക്ക് എന്തൊരു കാര്യം വേണമെങ്കിലും നമ്മൾ പ്രിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കീബോർഡിൽ നിന്ന് നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് അതുപോലെ പ്രിന്റ് ചെയ്ത് ഔട്ട്പുട്ടിൽ കിട്ടും. എന്തോ ആയിക്കോട്ടെ, നമുക്ക് പ്രിന്റിൽ ഒന്ന് കൊടുത്തു നോക്കാം. പ്രിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. നമുക്ക് എന്തൊരു കാര്യം പ്രിന്റ് ചെയ്തെടുക്കാനും നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് പ്രിന്റ് എന്ന് കൊടുക്കുക. ഇത് കീവേഡ് ആണ്, ഫംഗ്ഷൻ ആണ്. അതുപോലെ ഇതിലാണ് നമ്മൾ പ്രിന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ സി പ്രോഗ്രാം അല്ലെങ്കിൽ C++ പഠിച്ചവരാണെങ്കിൽ സി പ്രോഗ്രാമിൽ പ്രിന്റ് എഫിന് പകരമാണ് ഇവിടെ നമ്മൾ പ്രിന്റ് യൂസ് ചെയ്യുന്നത്. C++ലാണെങ്കിൽ സി ഔട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പ്രിന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുവാന്ന് വിചാരിക്കുക. ഹലോ വേൾഡ്. എന്നിട്ട് റൺ ചെയ്ത് നോക്കുക. റൺ ചെയ്യുന്ന എവിടാന്ന് അറിയാലോ? ഈ ഒരു ഗ്രീൻ കളറിലെ ഈ ഐക്കണിലായിരിക്കും റൺ ചെയ്യുന്നത്. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആ പുതിയ ഫയലിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ദാറ്റ് ഫയൽ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. സോ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ പ്രിന്റിനുള്ളിൽ നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് അതുപോലെ തന്നെ റിട്ടേൺ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പ്രിന്റിൽ ഹലോ വേൾഡ് എന്ന് കൊടുത്തു. സോ എനിക്ക് ഔട്ട്പുട്ട് ഹലോ വേൾഡ് എന്ന് കിട്ടി. ഇതുപോലെ എത്ര കാര്യങ്ങൾ എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് ഈ സെയിം സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോ ഇത് തന്നെ കൊടുക്കാന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ അടുത്ത പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താണോ പ്രിന്റിൽ കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഓക്കെ, പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഇന്റർപ്രിറ്റർ ലാംഗ്വേജ് ആണ്. സോ നമ്മൾ ഇന്റന്റേഷൻ കൃത്യമായിട്ട് സൂക്ഷിക്കുക. ഇന്റന്റേഷൻ എന്ന് പറഞ്ഞാൽ സ്പേസ്. അപ്പൊ ഒരു സ്പേസ് വന്നാൽ പോലും നമുക്ക് അത് എറർ ആയിട്ടായിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഫസ്റ്റത്തത് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഞാൻ അടുത്ത ഒരു സ്പേസ് വിട്ടിട്ട് അടുത്ത പ്രിന്റ് വിചാരിക്കാം. പ്രിന്റ് പൈത്തൺ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുവാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു സ്പേസ് വിട്ടിട്ടാണ് ഞാൻ അടുത്ത പ്രിന്റ് ചെയ്തത്. സോ റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു എറർ ആയിരിക്കും വരുന്നത്. കാര്യം പൈത്തൺ എന്ന് പറയുന്നത് ഇന്റർപ്രിറ്റർ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ സ്പേസ് അവിടെ ഇമ്പോർട്ടന്റ് ആണ് സ്പേസിങ്ങിന്. സോ നമ്മൾ ചെറിയ സ്പേസ് ഇട്ടാൽ പോലും നമുക്ക് അവിടെ എറർ വരും. സോ സ്പേസ് നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് യൂസ് ചെയ്യുക. കണ്ടോ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു എറർ വന്നു, ഇൻഡന്റേഷൻ എറർ. ഇൻഡന്റേഷൻ എന്ന് പറയുന്നത് സ്പേസിൽ ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് നമ്മൾ ഇൻഡന്റേഷൻ എറർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പ്രിന്റ് നേരെ താഴെ തന്നെ കൊടുക്കുക. എന്നിട്ട് റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എത്ര പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും അറ്റ് എ ടൈം കൊടുക്കാം. നമ്മൾ എന്തൊക്കെ കൊടുത്താലും നമുക്ക് അതുപോലെ തന്നെ റിട്ടേൺ ചെയ്ത് കിട്ടും. കണ്ടോ? ഇപ്പൊ ഞാൻ ഹലോ വേൾഡ് എന്നും ഹലോ പൈത്തൺ എന്നും കൊടുത്തു. ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കാം. ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്ത് ഇപ്പൊ 2 പ്രാവശ്യം കോപ്പി ചെയ്തെന്ന് വിചാരിക്കുക. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യും? എത്ര പ്രാവശ്യമാണോ നമ്മൾ കോപ്പി ചെയ്യുന്നത് അത്രയും പ്രാവശ്യം നമുക്ക് അവിടെ റിട്ടേൺ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. പൈത്തണിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീവേഡ് ആണ് പ്രിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഹലോ, ഓക്കെ, ചെയ്ത് നോക്കുക. ജസ്റ്റ് പ്രിന്റിൽ നിങ്ങളുടെ നെയിം കൊടുത്ത് ഒന്ന് റൺ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പൈത്തണില് കമാൻഡ് കൊടുക്കുന്നത് വെച്ചാല് ഒരു ഹെഡിങ് കൊടുക്കണം എന്ന് വിചാരിക്കാം എനിക്കിവിടെ. അപ്പൊ അത് റൺ ആവാനും പാടില്ല, പക്ഷേ എന്റെ ഈ ഫയൽ അത് സേവ് ആയിരിക്കണം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഹാഷ് കൊടുക്കാൻ പറ്റും. ഈ ഹാഷ് കൊടുക്കുവാണെങ്കിൽ ഹാഷ് കൊടുത്തിരിക്കുന്ന ഏത് കോഡിനാണോ ആ കോഡ് അവിടെ വർക്ക് ചെയ്യില്ല. സോ അതൊരു
കമാൻഡ് ആയിട്ട് ഇവിടെ കിടന്നല്ലോ. ഇത് ഇങ്ങനെയാണ് ഹാഷ് കൊടുക്കുന്നത്. ഹാഷ് ഞാൻ പ്രിന്റ് എന്ന് കൊടുക്കുവാണ്. നിങ്ങൾ പ്രിന്റ് അല്ലേ ഫസ്റ്റ് പഠിച്ചത്, സോ ഞാൻ പ്രിന്റ് എന്ന് കൊടുക്കുവാണ്. അപ്പൊ പ്രിന്റ് എന്ന് കൊടുത്ത് റൺ ചെയ്യുമ്പോൾ ഈ പ്രിന്റ് നമ്മൾ ഹാഷി കൊടുത്തിരിക്കുന്നത് റണ്ണായി കിട്ടില്ല. ജസ്റ്റ് ഒരു ഹെഡിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡിൽ ഫുഡ് നോട്ട് ആയിട്ടോ അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് റണ്ണ് ചെയ്യണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ഹാഷ് കൊടുത്താൽ മതി. ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇതുപോലെ ഹാഷ് കൊടുത്തിട്ട് ഇവിടെ തന്നെ അങ്ങ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അന്നേരം പറഞ്ഞ കാര്യമാണ്. സോ അപ്പൊ തന്നെ നോട്ട് ചെയ്ത് പോവുക. കംപ്ലീറ്റ് ചെയ്തോ? നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. അൻസിയ, ദേവപ്രയ, അസ്ന, റിക്സാന, എല്ലാരും റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തവരുടെ പേര് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അവരോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണേ. ആ, കേൾക്കാം കേൾക്കാം. സോ ഓക്കെ ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വേരിയബിൾസ് ആണ്. നമ്മൾ വേരിയബിൾസിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് IT ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേരിയബിൾസ് എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. ജസ്റ്റ് എന്താന്ന് അത്രയ്ക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. വേരിയബിൾസ് എന്ന് പറയുന്നത് ഡേറ്റാസ് അല്ലെങ്കിൽ വാല്യൂസ് സ്റ്റോർ വെച്ചിരിക്കുന്ന ഒരു സ്പേസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. ആ സെയിം വേരിയബിൾ തന്നെയാണ് ഇവിടെ. നിങ്ങൾ C പ്രോഗ്രാം ആണെങ്കിലും C++ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കണം? ഹെഡർ ഫയൽസ് കൊടുക്കണം. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഇന്റ് മെയിൻ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റൂ? C ഔട്ട് കൊടുത്ത് അല്ലെങ്കിൽ പ്രിന്റ് എഫ് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ പൈത്തന്റെ കേസിൽ നമുക്ക് ഒരു ഹെഡർ ഫയൽസിന്റെയോ അങ്ങനെ ഒരു ആവശ്യമില്ല. എന്താണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ആ ഒരൊറ്റ ലൈനിൽ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റും. അത് പൈത്തന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കോഡ് മറ്റ് ലാംഗ്വേജസിന് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റാസ് അല്ലെങ്കിൽ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പേസിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോ A എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. A ഈക്വൽ ടു 10. എക്ക് ഞാനിപ്പോ 10 എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് ഈ സ്റ്റോർ ചെയ്ത വാല്യൂ എനിക്ക് പ്രിന്റ് ചെയ്ത് കാണണം. സോ ഞാൻ എന്ത് ചെയ്യും? അരുൺ എന്തായിരിക്കും ചെയ്യണ്ടേ? എനിക്കിപ്പോ എയുടെ വാല്യൂ 10 ആണെന്ന് പ്രിന്റ് ചെയ്ത് കാണാം. എന്ത് ചെയ്യണം? പ്രിന്റ് A കൊടുക്കുക. A വിളിക്കുമ്പോ എയിലേക്ക് പോകുന്നത് ഈ 10 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെയൊക്കെ ഡബിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ ഡബിൾ കോട്ട്സ് കൊടുക്കണ്ടേന്ന് വിചാരിക്കും. പക്ഷെ കൊടുക്കണ്ട. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് ഈ ഡബിൾ കോട്ട്സ് കൊടുക്കുന്ന എന്താണോ അത് അതുപോലെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. പക്ഷെ ഡബിൾ കോട്ട്സ് കൊടുത്തില്ലെങ്കിൽ ഇത് ഒരു വേരിയബിൾ ആണെന്ന് മനസ്സിലാക്കുക. ആ വേരിയബിളിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. കണ്ടോ? നമുക്കിപ്പോ 10 കിട്ടി. 10 എന്ന് പറയുന്നത് എയുടെ വാല്യൂ ആയിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇവിടെ സ്ട്രിങ്സ് ഇതുപോലെ ലെറ്റേഴ്സ് മാത്രമേ പ്രിന്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് വിചാരിക്കും. നമ്മൾ സ്ട്രിങ്ങിലേക്ക് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അല്ലാതെ നമുക്ക് 1000 പ്രിന്റ് ചെയ്യിക്കണം എന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ തന്നെ വേണമെങ്കിൽ 1000 പ്രിന്റ് ചെയ്യിക്കാം. പ്രിന്റ് 1000 എന്ന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് 1000 എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതുപോലെ ലെറ്റേഴ്സും ക്യാരക്ടേഴ്സും കൊടുക്കുമ്പോൾ നമ്മൾ കോഡ്സ് കൊടുക്കണം. നമ്പേഴ്സ് കൊടുക്കുമ്പോൾ കോഡ്സിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ A എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് 10 എന്ന് പറഞ്ഞ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്തു. ഇതുപോലെ ഞാൻ B എന്ന് പറഞ്ഞ മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. ബിയിലേക്ക് ഞാൻ ഒരു 80 എന്ന് പറഞ്ഞ ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് പ്രിന്റിൽ ഞാൻ കൊടുക്കുവാണ്. എനിക്ക് ഇങ്ങനെ കൊടുക്കണം എന്ന് വിചാരിക്കുക. വാല്യൂ ഓഫ് B
ഈക്വൽ ടു എന്താണോ വാല്യൂ അതും കൂടി പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, കോഡ്സിൽ കൊടുക്കുക വാല്യൂ ഓഫ് ബി ഈസ് എന്ന് കോഡ്സിൽ കൊടുക്കുക. കോഡ്സിൽ കൊടുക്കുന്ന എന്തിനാ, ഇതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോഡ്സിൽ കൊടുക്കുന്നത്. ഓക്കെ, കോഡ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് വേരിയബിൾ കൂടി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം. സോ ഒരു കോമ കൊടുക്കുക, അതിന്റെ കൂടെ നമുക്ക് ഒറിജിനൽ വാല്യൂ കിട്ടാൻ വേണ്ടി ആ വാല്യൂയുടെ വേരിയബിളിന്റെ പേര് എന്താ, ബി ആണ്. സോ ബി വിളിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ ഓഫ് ബി ഈ ബിയുടെ വാല്യൂ അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ ഇത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, വാല്യൂ ഓഫ് ബി ഈസ് 80. ഇവിടെ ഞാൻ വാല്യൂ ഓഫ് ബി കോഡ്സിലാണ് കൊടുത്തത്. സോ കോഡ്സിന് അതുപോലെ തന്നെ കിട്ടി. കോഡ്സ് കഴിഞ്ഞ് ഒരു വേരിയബിൾ കൊടുക്കാൻ വേണ്ടി ഞാനൊരു കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് വേരിയബിൾ നെയിം കൊടുത്തു. വേരിയബിൾ നെയിം ബി ആണ്. ബിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന 80 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. സോ നമുക്ക് ഇവിടെ 80 കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ചെയ്ത് നോക്കുക. ആ പറഞ്ഞു, എന്ത് പറ്റി? എന്ത് പറ്റി? എന്താ റൺ ചെയ്തത്? ടോപ്പിൽ ഈ ഒരു ഐക്കണിലാണ് റൺ ചെയ്തത്. അവിടെ യെസ്. എനിക്കൊന്ന് വാട്സപ്പിൽ കൂട്ടാൻ നോക്കട്ടെ. ഇത് ക്രിയേറ്റ് വെൽക്കം സ്ക്രിപ്റ്റ് കൊടുത്തില്ലായിരുന്നോ? ക്രിയേറ്റ് വെൽക്കം സ്ക്രിപ്റ്റിന് അവിടെ ടിക്ക് ചെയ്തിട്ട് കൊടുത്തില്ലായിരുന്നോ? കണ്ടിന്യൂ കൊടുത്തേ, എന്ത് വരും നോക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യണം. സ്ക്രീൻ ഷെയർ ചെയ്യണോ? ആ ഓക്കെ, ചെയ്തോളൂ. ആ വന്നു വന്നു. ഇതിലെന്താ പ്രശ്നം?
ഒന്നും കൂടി ഒരു ക്രിയേറ്റ് ചെയ്യാമോ? ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നല്ലോ. ഒരു മിനിറ്റ്, ക്രിയേറ്റ് വെൽക്കം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ആ ഓക്കെ ഓക്കെ. ദിസ് വിൻഡോ കൊടുക്കുക. യെസ്, പൈത്തൺ ഫയൽ ഇവിടെ വെൽക്കം സ്ക്രിപ്റ്റ് വരുന്നല്ലോ, മെയിൻ ഡോട്ട് പി വൈ എന്ന് പറഞ്ഞ. ഓക്കെ കൊടുത്തോളൂ. എ ഡോട്ട് പി വൈ എന്ന് പറഞ്ഞ ഫയൽ കൊടുക്കും. ഇല്ലെങ്കിൽ ഡേ വൺ ഡോട്ട് പി വൈ. ഓക്കെ, എന്റെ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ നോ ഇന്റർപ്രറ്റർ ആണ്. ആ താഴത്തെ നോ ഇന്റർപ്രറ്റർ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തേ. നോ ഇന്റർപ്രറ്റർ. ഓക്കെ, ആഡ് ന്യൂ ഇന്റർപ്രറ്റർ കൊടുക്കുക. ആഡ് ന്യൂ ഇന്റർപ്രറ്റർ. ഓക്കെ, ആഡ് ലോക്കൽ കൊടുത്തോളൂ. അത് കൊടുക്കും. ഓക്കെ കൊടുക്കുക. ഓക്കെ ഓക്കെ കൊടുത്തോളൂ. വീണ്ടും നോ ഇന്റർപ്രറ്റർ ആണല്ലോ. വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ? എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയോ? കിട്ടിയവർ യെസ് എന്ന് മെസ്സേജ് ഇട്ടേ. സ്ലോ ആണല്ലോ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ക്യാൻസൽ കൊടുത്തേ, ഒന്നും വരുന്നില്ലല്ലോ. ഗൂഗിൾ കൊളാബ് വഴിയും ജൂപ്പിറ്റർ നോട്ട്ബുക്ക് വഴിയും അതുപോലെ VS കോഡ് വഴിയും ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഇതില് സിലബസിലുള്ളത് പൈച്ചാം യൂസ് ചെയ്ത് ചെയ്യണം എന്നാണ്. അതാണ് നമ്മൾ പൈച്ചാമിൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പൈച്ചാം ഓക്കെ അല്ല എങ്കിൽ വേറെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വീണ്ടും നോ ഇന്റർപ്രിറ്റർ ആണല്ലോ. വീണ്ടും ആഡ് ഇന്റർപ്രിറ്റർ കൊടുത്തേ. നമുക്ക് വേറെ ലൊക്കേഷൻ കൊടുക്കാം. ആഡ് ന്യൂ ഇന്റർപ്രിറ്റർ, ആഡ് ലോക്കൽ ഇന്റർപ്രിറ്റർ, സെലക്ട് എക്സിസ്റ്റിംഗ് കൊടുത്തേ, ജനറേറ്റ് ന്യൂ. ഓക്കെ, ടൈപ്പ് ലോഡിംഗ് എൻവയോൺമെന്റ് വരുമ്പോഴത്തേക്കും ഒന്ന് ലോഡ് ചെയ്യാം. അത് രണ്ടും ഒന്ന് ടിക്കറ്റേക്ക്. ഓക്കെ, പിന്നെ ഇവിടെ എന്താ ഡോട്ട് PNG ഓൾറെഡി എക്സിസ്റ്റ്. പ്രൊജക്റ്റിന്റെ പേരൊന്ന് മാറ്റി കൊടുത്തേ. ആ ഫോൾഡറിന്റെ അവിടെ സെക്കൻഡ് ഓപ്ഷൻ ലൊക്കേഷന്റെ അവിടെ അതല്ലേ കാണിക്കുന്നത്? ആ അതെ അതെ, പ്രൊജക്ട് 2 കൊടുത്തോളൂ. അതെ, 2 കൊടുക്കൂ, പ്രൊജക്ട് 2. ആ ഓക്കെ കൊടുത്തോളൂ.
ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്? പാക്കേജസ് കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലായിരുന്നോ? പിന്നെ ഇതെന്താ ഇങ്ങനെ വന്നേ? ഏയ് പൈത്തന്റെ വെർഷൻ 3.13 അല്ലേ? 3.7. ആ, ഓക്കെ ഓക്കെ. വീണ്ടും നോ ഇന്റർപ്രറ്റർ ആണ് കേട്ടോ. ക്യാൻസൽ ചെയ്യും. ഒന്നും കൂടി നോക്കാം. ക്യാൻസൽ കൊടുക്കുക. ഒന്നും കൂടി ഇന്റർപ്രറ്ററിന്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തേ. ഇന്റർപ്രറ്റർ. എന്നിട്ട് മറ്റേ ഓപ്ഷൻ എടുക്കുക. ഇന്റർപ്രറ്റർ സെറ്റിംഗ്സ് എടുത്താൽ മതി. അവിടെ നമുക്ക് നോക്കാം. ക്യാൻസൽ ചെയ്തിട്ട് പോകുന്നില്ലേ? ഹാങ് ആണോ? നോക്കാം. ഓക്കെ, ഒന്നും കൂടി ഇന്റർപ്രറ്റർ എടുത്ത് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ്. സെറ്റിംഗ്സ് വരുന്നില്ല. ഒന്നും കൂടി ക്ലിക്ക് ചെയ്തേ. കാണാൻ വയ്യല്ലോ. ഇവിടുന്ന് ഇന്റർപ്രറ്റർ ഇന്റർപ്രറ്റർ ചൂസ് ചെയ്യും. പൈത്തൺ ഇന്റർപ്രറ്റർ, ആഡ് ഇന്റർപ്രറ്റർ. റൈറ്റ് സൈഡിൽ കാണുന്നത് റൈറ്റ് സൈഡ് അത് ഓക്കെ. ഇന്റർപ്രറ്റർ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ആഡ് ഇന്റർപ്രറ്റർ. റൈറ്റ് സൈഡ് ആഡ് ലോക്ക് കൊടുത്തേ. ഓക്കെ കൊടുക്കുക. ആഡ് ലോക്കില് സിസ്റ്റം ഇന്റർപ്രറ്റർ വെയിറ്റ്. സെലക്ട് എക്സിസ്റ്റിംഗ് ഇന്റർപ്രറ്ററിന്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് എൻവയോൺമെന്റ്. അതെ അതെ. എന്നിട്ട് ഓക്കെ കൊടുത്ത് നോക്കുക. ഓക്കെ കൊടുത്തു. എന്നിട്ടും വന്നില്ലെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് കാണുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, കസ്റ്റമറൈസ് ഇൻസ്റ്റാളേഷൻ ആണ്. അപ്പൊ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ വരേണ്ടതാണ്, ഈ എക്സ്റ്റൻഷൻ ഒക്കെ. ഓക്കെ, അപ്പൊ അവിടെ എന്തോ ഒരു സ്റ്റെപ്പ് വിട്ടു പോയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്.
ഓക്കെ, ഒന്ന് ഓക്കെ കൊടുത്ത് നോക്കട്ടെ വന്നു. ആ, ക്യാൻസൽ ചെയ്തോളൂ. ക്യാൻസൽ ചെയ്തിട്ട് ഓക്കെ കൊടുത്തേ. ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കണം. അപ്ലൈ കൊടുത്താൽ അത് അവിടെ വരും. അപ്ലൈ കൊടുക്കാനായിട്ട് സ്ലോ ആണ്. ക്യാൻസൽ അവിടെ സ്ലോ ആയിട്ട് നിൽക്കും. അത് അത്രയും കൊടുത്തു കഴിഞ്ഞു അപ്ലൈ കൊടുക്കുവാണെങ്കിൽ വരേണ്ടതാണ് അവിടെ. പക്ഷെ അപ്ലൈ ഓപ്ഷൻ കാണിക്കുന്നില്ല. ഓക്കെ ആണ് കാണിക്കുന്നത്. ഒരു കാര്യം ചെയ്യൂ, ഒന്നും കൂടി ഇത് പൈച്ചാം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് പറ്റുമോ നോക്കിയിട്ട്, എന്നിട്ട് പറ്റില്ലെങ്കിൽ എന്നോട് പറയാം. നമുക്ക് എനി ഡെസ്ക് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ. ഓക്കെ, സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വേരിയബിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത് പഠിച്ചത്. വേരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, വേരിയബിൾസിന് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഒരു വേരിയബിളിന് എങ്ങനെ നെയിം ചെയ്യാം എന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എക്സാമ്പിൾ ആയിരിക്കും ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദേവര സ്ക്രീൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കണേ. സ്റ്റോപ്പ് ചെയ്തോ? ഓക്കെ, ഒരു വേരിയബിളിന് നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ലെറ്റേഴ്സ് ആയിരിക്കും. ലെറ്റേഴ്സോ അണ്ടർസ്കോറോ വെച്ചിട്ട് മാത്രമേ നമുക്ക് വേരിയബിൾസിനെ നെയിം ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് ലെറ്റർ ആണ് കേട്ടോ. ഫസ്റ്റ് ലെറ്ററിൽ എപ്പോഴും ലെറ്റേഴ്സോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ വരാൻ പാടുള്ളൂ. നമ്പേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓൺലി ആൽഫ ന്യൂമറിക്സ്. ക്യാപിറ്റൽ എ ടു ഇസഡ് ഓക്കെയാണ്. അതുപോലെ സ്മോൾ ലെറ്റർ എ ടു ഇസഡ് ഓക്കെയാണ്. പിന്നെ അണ്ടർസ്കോർ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നെയിമിംഗ് വേരിയബിൾ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ലെറ്റർ, അണ്ടർസ്കോർ ഓർ ലെറ്റർ cannot start with numbers, only using alphanumeric, capital A to Z and small letter A to Z and underscore. ഓക്കെ, പിന്നെ പൈത്തൺ എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും രണ്ടും രണ്ടായിട്ട് പൈത്തൺ മനസ്സിലാവും. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു ആപ്പിൾ കൊടുത്തെന്ന് വിചാരിക്കാം, സ്മോൾ ലെറ്ററിൽ മറ്റൊരു ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ പൈത്തന്റെ കേസിൽ ഇത് രണ്ടും രണ്ടായിട്ടായിരിക്കും പൈത്തൺ എടുക്കുന്നത്, ഒറ്റയായിട്ടല്ല. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ രണ്ടും ആപ്പിൾ ആണ്, പക്ഷെ ഒന്ന് അപ്പർ കേസും ആണ്, ഒന്ന് ലോവർ കേസും ആണ്. സോ പൈത്തൺ ഒരു കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ടായിട്ടായിരിക്കും പൈത്തൺ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ കേസ് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ദെൻ നമുക്കൊന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം എങ്ങനെയാണ് കേസ് സെൻസിറ്റീവ്. അതായത് ഞാൻ നെയിം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. നെയിം ഈക്വൽ ടു പൈത്തൺ എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ, ഒരു വാല്യൂ കൊടുത്തു. നെയിം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ നെയിം ആണ്. ഇത് ഞാൻ അപ്പർ കേസിൽ നെയിം എന്ന് പറഞ്ഞ മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. നെയിം ഈക്വൽ ടു ജാങ്കോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? മറ്റൊരു വാല്യൂ കൊടുത്തു. എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്യുവാണ്. പ്രിന്റ് ഓഫ് നെയിം ആണ് ഞാൻ ഫസ്റ്റ് പ്രിന്റ് ചെയ്തതെന്ന് വിചാരിക്കുക. നെയിം കൊടുത്തു, റൺ ചെയ്ത് നോക്കൂ. നെയിം കൊടുത്ത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് നെയിം ആയിരിക്കും കിട്ടുന്നത്. നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ജാങ്കോ പൈത്തണും. പക്ഷെ ഇവിടെ പൈത്തൺ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ സ്മോൾ ലെറ്റർ പൈത്തണിലും അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ നെയിമും രണ്ടും രണ്ടായിട്ടായിരിക്കും പൈത്തൺ എടുക്കുന്നത്. പ്രിന്റ് ഓഫ് നെയിം കൊടുക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? ജാങ്കോ എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, മനസ്സിലായോ?
നെയിമിംഗ് വേരിയബിൾ. ഒരു വേരിയബിളിനെ നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെ? ക്യാപിറ്റൽ എ ടു ഇസഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സ്മോൾ ലെറ്റർ എ ടു ഇസഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അണ്ടർസ്കോറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും വെച്ചിട്ട് മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ എഴുതി വെക്കുവാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി. സ്റ്റാർട്ടിങ് ഓൺലി വിത്ത്, കണ്ടോ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോ വേറൊരു എക്സാമ്പിൾ നമുക്ക് A1 എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അതായത് A1 ഈക്വൽ ടു 100 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമെന്ന് വിചാരിക്കുക. ഇത് ഓക്കെയാണ്. കാര്യം എന്താണ്? ഫസ്റ്റ് ലെറ്റർ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഫസ്റ്റ് ലെറ്റർ ഇവിടെ ലെറ്റർ ആണ്. ഇടയ്ക്ക് ഒരു നമ്പർ വന്നെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം നമ്പർ കൊടുക്കാതെ ശ്രദ്ധിക്കുക. ബാക്കി എങ്ങനെ വന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ.
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓഡിബിൾ അല്ലേ? ഞാൻ മ്യൂട്ട് ചെയ്തായിരുന്നു, കഴിഞ്ഞായിരുന്നു. യെസ്, നിങ്ങൾക്ക് നോക്കി ചെയ്യാൻ വേണ്ടി ചെയ്ത് വെച്ചതാണ്. എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? നമ്മള് പൈത്തൺ ഫംഗ്ഷനും വേരിയബിൾസ് പഠിച്ചത്. ഇതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നോ ഡൗട്ട്സ്. ഔട്ട്പുട്ടിൽ ഒരു സ്പേസ് സ്പേസ് കൊടുത്തത് കൊണ്ടാണ് സ്പേസ് വരുന്നത്. സ്പേസ് വരത്തില്ല. ഫോർസിനുള്ളിൽ സ്പേസ് എന്ത് കൊടുത്താലും നമുക്ക് അടിപൊളി ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ അല്ല സ്പേസ്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നല്ലവണ്ണം ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ നെയിമിംഗ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുണ്ട് അവിടെ തന്നെ. അതായത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ഒരു 2-3 എക്സാമ്പിൾസ് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക, ഇപ്പൊ തന്നെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നതും പിന്നെ ഇന്ന് ചെയ്ത കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് നോട്ട് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, വേറെ ഡൗട്ട് ഇല്ലാത്തവർക്ക് തെറ്റാവാം. നിങ്ങളിപ്പോ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കൂടി ഒരുമിച്ച് അയച്ചാൽ മതി. ഓക്കെ, രണ്ടായിട്ട് അയക്കുമ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ വൈകും. സോ ഇപ്പൊ തന്നെ ചെയ്യാം, എന്നിട്ട് അയച്ചാൽ മതി.